പരസ്യങ്ങളുടെ ലോകത്താണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത്. നാം ഉപയോഗിക്കുന്ന പേസ്റ്റ്, ഉപയോഗിക്കുന്ന സോപ്പ്, ഇതൊക്കെ പലപ്പോഴും പരസ്യങ്ങളാണ് നിശ്ചയിക്കുക. പരസ്യങ്ങളില്ലാത്ത ഒരവസ്ഥയെക്കുറിച്ച് ചിന്തിക്കുക പോലും നമുക്ക് സാധ്യമല്ല. നിർഭാഗ്യവശാൽ പരസ്യങ്ങൾ ആത്മീയ മേഖലകളിലും കടന്നു വരികയാണ്. ധ്യാന ഗുരുക്കന്മാരും ധ്യാന സെൻറ്ററുകളുമൊക്കെ പരസ്യങ്ങളുടെ പിടിയിൽ പലപ്പോഴും അമർന്നു കഴിഞ്ഞു. അവർക്ക് വേണ്ടി വലിയ പ്രൊപ്പഗാന്തകൾ മറ്റുള്ളവരുണ്ടാക്കുന്നു, അതെല്ലായിടത്തും പരത്തുന്നു. തങ്ങളുടെ പ്രോഡക്റ്റിനെ മാർക്കറ്റിങ്ങിലൂടെ വിറ്റഴിക്കുന്നത് പോലെ ആത്മീയ മേഖലകളിലും പരസ്യങ്ങൾ കടന്നു വരാൻ തുടങ്ങി. നമ്മുടെ ജീവിതത്തിന് മുമ്പിൽ 2 വഴികളേ ഉള്ളൂ. ഒന്ന്, വിശ്വാസത്തിൻ്റെ ജീവിത സാക്ഷ്യം. 2, ക്രിസ്തു ശിഷ്യരാണെന്ന് ബോധ്യപ്പെടുത്തുന്ന രീതിയിലുള്ള മാതൃകാപരമായ പെരുമാറ്റവും നല്ല പ്രവൃത്തികളും. യഥാർത്ഥത്തിൽ ഒരു ക്രിസ്ത്യാനിയുടെ പരസ്യം ഇത് രണ്ടുമാണ്: വിശ്വാസത്തിൻ്റെ പ്രഘോഷണം അഥവാ വചനഘോഷണം. രണ്ടാമത്തത് നല്ല പ്രവൃത്തികൾ, ദാനധർമ്മം, നല്ല മാതൃക. ഇത് രണ്ടുമായിരിക്കട്ടെ നമ്മുടെ പരസ്യങ്ങൾ.